സ്റ്റാർട്ടറിലൊക്കെ ഓടിക്കുന്ന സമയത്ത് അത്യാവശ്യം സ്മൂത്ത് തന്നെയാണ്, വൈബ്രേഷനോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല വൃത്തികൾ. എല്ലാ കൂട്ടുകാരന്മാർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ ഈ കാണുന്ന പോലെ ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്ത ഹോണ്ടയുടെ ഏറ്റവും പുതിയ SP160 റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ കൂടെ റൈഡിങ് റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓടിക്കുമ്പം ഈ സ്റ്റൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. കണ്ടില്ലേ, ഏറ്റവും പുതിയ SP160. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ കൊണ്ടിരുന്ന ഇതുപോലുള്ള എല്ലാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കിട്ടുന്നതാണ്. നേരെ നമുക്ക് SP160 റിവ്യൂയിലോട്ട് കിടക്കാം. അപ്പം ആദ്യം തന്നെ പറയട്ടെ, ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൂടാതെ ഡിസൈനിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് പുതിയ SP160. അതുകൂടാതെ നേരത്തെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും വണ്ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, പല കാര്യങ്ങളും പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുമുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഈ കാണുന്ന പോലെ ഹെഡ്ലൈറ്റ് കണ്ടില്ലേ, ഒരു ബിഗ്ഗർ ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫുള്ളി LED ആണ് വന്നിരിക്കുന്നത്. വിത്ത് പാർക്ക് വരുന്നുണ്ട്. കണ്ടില്ലേ, രണ്ട് സൈഡിൽ സ്മൈലി പോലെ വയ്ക്കുന്ന ആ പാർക്ക്, പിന്നെ ഡ്യൂവലായിട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു LED ഡിം ആൻഡ് ബ്രൈറ്റ് സെക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ആ ഒരു സ്റ്റൈലിൽ നൈസായിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് SP125 ഈ ഒരു സെയിം സെറ്റപ്പാണ് വരുന്നത്. എന്നാൽ കുറച്ച് വലുതാണ്. SP125 ഇത്രയും വലുതല്ല വരുന്നത്, ഇതിന് കുറച്ച് വലുതാണ് വരുന്നത്. അതുകൂടാതെ ഫ്രണ്ടിലെ മൽഗാർഡിലും നേരത്തെ ഉള്ള SP160 കുറച്ചുകൂടെ വലിയ മൽഗാർഡും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ടയറിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ സെയിം ആണ്. എന്നാൽ കുറച്ചുകൂടെ വലിയൊരു മൽഗാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ബോഡി കളറോട് ചേരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലായിട്ട് നമുക്ക് ഡിസ്ക് ബ്രേക്ക് വിത്ത് സിംഗിൾ ചാനൽ ABS കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ബാക്കിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കാണ് കിട്ടുന്നത്, പക്ഷേ ബാക്കിൽ ABS വരുന്നില്ല, സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്. നമുക്ക് ഈ SP160 നമുക്ക് വേറൊരു ഹോണ്ടയുടെ ബൈക്കിൽ ഇല്ലാത്തതുപോലെ, അതായത് നമുക്ക് ഹസാർഡ് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, ഹസാർഡ് ലൈറ്റ് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ഇൻഡിക്കേറ്റർ വരുന്നത് LED ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു സെറ്റ് ആയിരുന്നു. കാരണം 2025 മോഡലാണ്. അപ്പോൾ അവർ ഇതുവരെ LED ഇൻഡിക്കേറ്റേഴ്സ് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ നമുക്ക് നോക്കിയാൽ ഫ്രണ്ടിലായിട്ട് ഹോണ്ട എന്നുള്ള ആ ഒരു എംബ്ലവും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. നൈസായിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്പർ പ്ലേറ്റ് വെക്കുന്ന ഭാഗം കൊടുത്തിന്. ഫ്രണ്ടിലെ ടയർ നമുക്ക് നോക്കുന്നത് കാണുമ്പോൾ ചെറിയൊരു വീതി കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ടയറിൻ്റെ സൈസ് നമുക്ക് നോക്കിയാൽ 80, 100, 17 ടയറും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം കുറച്ചുകൂടെ ഒരു എന്താ പറയുന്നത്, ഒരു 110 ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു അഗ്രസീവ് ഫീൽ നമുക്ക് കിട്ടിയാണ്. യൂണിക്കോണിൻ്റെ സെയിം എഞ്ചിൻ തന്നെയാണ് വരുന്നത്. 2025 മോഡൽ യൂണിക്കോണിൻ്റെ സെയിം എഞ്ചിൻ തന്നെയാണ് വരുന്നത്. എഞ്ചിനിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ പെർഫോമൻസ് ഈ ഡിസൈൻ്റെ ഒക്കെ ഭാഗമായിട്ട് കുറച്ചുകൂടെ എയറോഡൈനാമിക് ഡിസൈനൊക്കെ ആയതുകൊണ്ട് ആ ഒരു എയറിൻ്റെ ഒരു സെറ്റപ്പൊക്കെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുള്ളതുകൊണ്ട് കുറച്ചുകൂടെ സ്മൂത്താണ് വണ്ടി ഓടിക്കുക. അതുകൂടെ കുറച്ചുകൂടെ ക്വിക്കറുമാണ് യൂണിക്കോണിനെക്കാട്ടിൽ. പിന്നെ നമുക്കൊരു എഞ്ചിൻ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് മെറ്റലിൻ്റെയാണ് വരുന്നത്. അതൊന്നും നമുക്ക് യൂണിക്കോണിൽ കിട്ടുന്നില്ലായിരുന്നു. എന്നാൽ ഇത് കുറച്ചുകൂടി എയറോഡൈനാമിക് ഒരു സ്പോർട്ടി ലുക്ക് കൊണ്ടുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ഇതിൽ നിലനിർത്തിയിട്ടുണ്ട്. ഒരു ഗിയർ ബോക്സ് നോക്കിയാൽ നമുക്ക് ഒരു യൂണിവേഴ്സൽ ടൈപ്പ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. സിംഗിൾ പെഡൽ ആ ഒരു സെറ്റപ്പ് ഒക്കെ നൈസായിട്ട് കൊടുത്തിരിക്കുന്നു. 5 സ്പീഡ് ഗിയർ ബോക്സ്. സ്റ്റാൻഡിൽ നമുക്ക് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എഞ്ചിൻ ഞാൻ ഈ പറഞ്ഞ ഏറ്റവും പുതിയ OBD2B ആണ് എഞ്ചിൻ വരുന്നത്. നേരെ നമുക്ക് ഏറ്റവും വലിയൊരു അപ്ഡേഷൻ, ഒരു മാറ്റം വന്നിരിക്കുന്നത് കണ്ടില്ലേ, ഈ ഒരു TFT ഡിസ്പ്ലേയിലാണ്. ഇത് ടോപ്പ് മോഡലാണ്. ഈ വണ്ടിയിൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള മോഡലാണ് വരുന്നത്. ഇതിൻ്റെ ബാക്കിൽ ഡ്രം ബ്രേക്ക് വരുന്ന വേരിയൻറ്റിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നില്ല. നമുക്ക് ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന് സെറ്റപ്പുള്ള ഒരു മീറ്റർ. നമുക്ക് നാവിഗേഷൻ ആയാലും കോളിൻ്റെയും SMS-ൻ്റെയും വാണിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന രീതിയിലുള്ള ആ ഒരു വലിയൊരു TFT ഡിസ്പ്ലേ. സാധാ ഡിസ്പ്ലേ അല്ല, TFT ഡിസ്പ്ലേ ആണ്, കളർ ഡിസ്പ്ലേ ആണ്. നമുക്ക് ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ നമുക്ക് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമുക്ക് ഈ ഡിസ്പ്ലേ ഒരു ബ്ലാക്കിലോട്ട് കൺവേർട്ട് ആകും. കണ്ടില്ലേ, ബ്ലാക്കിലോട്ട് കൺവേർട്ട് ആയി അതിൽ വെട്ടം അടിക്കുന്ന സമയത്ത് അത് തിരിച്ച് വൈറ്റിലോട്ട് മാറി വരുന്നുണ്ട്. ആ ഒരു രീതിയിലെല്ലാം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം വരാം. നമുക്ക് ഈ സൈഡിലോട്ട് ഈ മീറ്റർ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, റൈറ്റിലോട്ട് പ്രസ് ചെയ്യുമ്പോൾ എൻ്റർ, ഇത് ബാക്ക്, അപ്പ്, ഡൗൺ, ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു സെറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ, ഹോൺ അത്യാവശ്യം നൈസായിട്ട് ഓണാണ്. നമുക്ക് ഈ സൈഡിലായിട്ടാണ് ഡിമ്മിൻ്റെയും ബ്രൈറ്റിൻ്റെയും സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിൽ പാസ് ലൈറ്റ് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഒരു ഹാൻഡിൽ ബാർ നോക്കിയാൽ സ്പോർട്ടി ആയിട്ടുള്ള ഹാൻഡിൽ ബാറാണ്. വൈഡ് ആയിട്ടൊരു ഹാൻഡിൽ ബാർ കൊടുത്തിരിക്കുന്നു. കുറച്ചൊരു ഉയർന്ന പൊസിഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇഗ്നിഷൻ ഈ സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നു. എൻ്റെ മീറ്റർ ഓൺ ആകുമ്പോൾ ഒരു ഗ്രാഫിക്സിൻ്റെ ഒരു സെറ്റപ്പൊക്കെ നൈസായിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഒരു മൊബൈലിൻ്റെ C പോർട്ട് ചാർജറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഒരു C പോർട്ട് ചാർജറും ഈ സൈഡിലോട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നൈസായിട്ട് റബ്ബറിൻ്റെ കോട്ടിങ്ങോടെ കൂടി നൈസായിട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് കാർബൺ ഫൈബറിൻ്റെ ആ ഒരു ഫീല് നമുക്ക് ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നൈസായിട്ട് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിലോട്ട് ഈ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് എൻജിൻ സ്വിച്ച് വരുന്നുണ്ട്, ഹസാർഡിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്, സെൽഫിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് സ്വിച്ചിൻ്റെ കാര്യത്തിലേക്ക് കൊടുത്തിരിക്കുന്നത്.
പിന്നെ പുതിയൊരു ഗ്രാഫിക്സ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ആ ഡിസൈൻ ഏകദേശം സെയിം ആണ്, എങ്കിലും പുതിയ ഗ്രാഫിക് ഡിസൈൻ കൊടുത്തിരിക്കുന്നു. സൈഡ് വശങ്ങൾ നോക്കിയാലും ആ എയറിൻ്റെ ഇൻടേക്ക് നമുക്ക് ഉണ്ടല്ലേ, അവിടെ നിന്ന് ഓപ്പൺ ആയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ആ ഒരു ചെറിയൊരു ഗിമിക്കും കാര്യങ്ങളെല്ലാം സൈഡിൽ കൊടുത്തിട്ടുണ്ട്. SP എന്ന് പറഞ്ഞ ആ ഒരു 3D എംബ്ലം കൊടുത്തിരിക്കുന്നു. 160 എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റിക്കറും ഇവിടെ കൊടുത്തിരിക്കുന്നു. ഗ്രാഫിക്സ് ഉണ്ടല്ലേ, ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ വന്ന് നമുക്ക് ബാക്കിലായിട്ട് ഈ രീതിയിൽ ഇവിടെ പോകുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. സാരി കാർഡ് വണ്ടിയിൽ വരുന്നുണ്ട്, ഇപ്പോൾ ഫിറ്റ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. അതും നമുക്ക് വരുന്നുണ്ട്, അതും കമ്പനി തന്നെ വരുന്നതാണ്, ഓപ്ഷണൽ അല്ല. നമുക്ക് ഫുഡ് റെസ്റ്റ് നോക്കിയാലും നമുക്ക് ക്വാളിറ്റി ഉള്ള ഫുഡ് റെസ്റ്റ് ആണ്, മെറ്റലിൻ്റെ ആണ് വരുന്നത്. നമുക്ക് ഈ സൈഡിലായിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും, റബ്ബറിൻ്റെ കോട്ടിങ് വരുന്നുണ്ട്. ഹാഫ് ചെയിൻ കവറോട് കൂടിയാണ് നമുക്ക് ചെയിനും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ബാക്കിലെ ടയർ തന്നെ നോക്കിയാൽ 130, 70, 17-ൻ്റെയാണ് ബാക്കിലെ ടയറും കാര്യങ്ങളൊക്കെ വരുന്നത്. യൂണിക്കോണിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ബിഗറായിട്ടൊരു ടയറും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ ഇത് നോർമലായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു വീതിയുള്ള ടയർ, ഒരു 150 സെക്ഷൻ അല്ലെങ്കിൽ 140 സെക്ഷനൊക്കെ കൊടുത്തിട്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഒരു അഗ്രസീവ് ലുക്ക് നമുക്ക് വരുത്തണം. ബാക്കിലായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്, ABS വരുന്നില്ല. ടൈലൈറ്റിൻ്റെ ഡിസൈൻ കണ്ടില്ലേ, അതും ഫുള്ളി LED ആണ് ടൈലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് നമുക്ക് ഹാലജൻ ബൾബ് തന്നെയാണ്. പിന്നെ ഹസാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ ഫ്രണ്ടിൽ പറഞ്ഞായിരുന്നു. നമ്പർ പ്ലേറ്റ് വെക്കുന്ന ഭാഗങ്ങളൊക്കെ നൈസായിട്ട് കൊടുത്തിരിക്കുന്നു. സൈലൻസർ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ യൂണിക്കോണിന് കിട്ടിയ സെയിം സൈലൻസറാണ്, എന്നാൽ കുറച്ചൊരു സ്പോർട്ടിനെസ് ആയിട്ട് ചരിച്ചു കൊടുത്തിരിക്കുന്നു. അതൊക്കെ ഈ വണ്ടിയുടെ ഒരു സ്പോർട്ടിനെസ് കൂട്ടാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. സൈലൻസറിൽ നമുക്ക് ഏറ്റവും പുതിയ OBD2Bയുടെ ആ ഒരു സെൻസർ കണ്ടില്ലേ, ഈ കാണുന്ന പോലെ അതും കൊടുത്തിരിക്കുന്നു. ബ്രേക്ക് പെഡലൊക്കെ സ്പോർട്ടായിട്ട് കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഫുഡ് റെസ്റ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിതിൽ ESP ടെക്നോളജി കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ മോട്ടോർ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സൈലൻസ് സ്റ്റാർട്ടോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. എഞ്ചിൻ്റെ ആ ഒരു സ്പെക്കൊക്കെ നമുക്ക് നേരത്തെ കിട്ടിയ 160-യുടെ സെയിം തന്നെയാണ് വരുന്നത്, അതിൽ മാറ്റവും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിലവിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയാൻ. ഇനി ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഇത് ഈ സെയിം മീറ്ററിൽ നമുക്ക് ഹോണ്ടയുടെ തന്നെ ആക്റ്റീവ് 125-ലും SP 125-ലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അത് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക എങ്ങനെയാണ് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നതൊക്കെ ഉള്ളത്. ഈ മീറ്ററിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂവലിൻ്റെ വാണിങ്, RPM, എക്കോ ഇൻഡിക്കേഷൻ, ടൈം. നമുക്ക് ഈ സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് വേണ്ട ടോട്ടൽ കിലോമീറ്റർ, ലൈവ് മൈലേജ് അറിയാൻ പറ്റും. അതേപോലെ ട്രിപ്പ് A, ട്രിപ്പ് B അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിൽ തന്നെ പല കാര്യങ്ങളും ഫങ്ഷനായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്വിച്ചിൽ റൈറ്റ് പ്രസ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂവലിൻ്റെ ഒരു വാണിംഗ് ആണ്. ഫസ്റ്റ് കയറി കഴിഞ്ഞാൽ ഫ്യൂവൽ, അതാണ് ഇവിടെ ഫ്യൂവലിൻ്റെ വാണിംഗ് കാണിക്കുന്നത്. നമ്മൾ ജസ്റ്റ് നേരെ താപ്പോട്ടിടുവാണെങ്കിൽ ഇവിടെ ഡിസ്റ്റൻസ് ടു MD ആണ് കാണിക്കുന്നത്. നമ്മുടെ ടാങ്കിനകത്തുള്ള പെട്രോൾ കൊണ്ട് എത്ര കിലോമീറ്റർ വണ്ടി ഓടും എന്നുള്ളത് ഇവിടെ കാണിക്കും. 12 ലിറ്ററിൻ്റെയാണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് 3 പീസായിട്ടാണ് ടാങ്കിൻ്റെ പ്ലാസ്റ്റിക് കവറിങ് വരുന്നത്, ഉള്ളിലായിട്ടാണ് മെറ്റൽ ടാങ്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇനിയും ഒന്നുകൂടെ എൻ്റർ ചെയ്ത് താപ്പോട്ട് പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ട്രിപ്പ് Aയും Bയും കിട്ടുന്നത് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. ഈ RR ആണെങ്കിൽ ലോങ് പ്രസ് ചെയ്താൽ റീസെറ്റ് ആവും. നേരെ ബാക്ക് അടിക്കുക, ഒന്നുകൂടെ താപ്പോട്ട് സെറ്റിംഗ്സിൽ കയറുക. ഫംഗ്ഷനകത്ത് കയറി കഴിഞ്ഞാൽ ട്രിപ്പ് ഓട്ടോമാറ്റിക് റീസെറ്റ് ചെയ്യാനും എക്കോ ഇൻഡിക്കേഷൻ ഓഫ് ആക്കാനും ഓൺ ആക്കാനും കൊടുത്തിരിക്കുന്നു. ഡിസ്പ്ലേക്കകത്ത് കയറി കഴിഞ്ഞാൽ ഡിസ്പ്ലേ ടൈപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. ബ്രൈറ്റ്നസ് ഞാൻ ഈ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക്കാണ്. തീം ഡാർക്ക് അത് ഓട്ടോമാറ്റിക്കാണ് വരുന്നത് ഇട്ടിരിക്കുന്നത്. ഫേവറേറ്റ് ഇൻഫർമേഷനാണ് ഞാൻ ഈ പറഞ്ഞ കണ്ടില്ലേ, ടോട്ടൽ കിലോമീറ്റർ, ലൈവ് മൈലേജ്, ട്രിപ്പ് എയുടെ ലൈവ് മൈലേജ്, ട്രിപ്പ് എയുടെ ആവറേജ് മൈലേജ്, ട്രിപ്പ് B ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ട്രിപ്പ് Bക്കും വരുന്നുണ്ട്. പിന്നെ ആവറേജ് സ്പീഡ് നമുക്കിനകത്ത് റെക്കോർഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അതേപോലെ ജനറലിനകത്ത് കയറി കഴിഞ്ഞാൽ ഡേറ്റ്, ടൈം കണ്ടില്ലേ, യൂണിറ്റ്, ഈ സെറ്റിങ്സ് എല്ലാം റീസ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ താഴെ കൊടുക്കുന്നത്. ബ്ലൂടൂത്ത് പെയറിങ്, ഞാൻ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് നമുക്ക് ഹോണ്ട റോഡ് സിംഗ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് പെയർ ചെയ്യാം. ഇതിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് എൻ്റർ ചെയ്താൽ ലോങ് പ്രസ് ചെയ്താൽ ബ്ലൂടൂത്ത് പെയർ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അത് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നാവിഗേഷൻ പോലുള്ള നമുക്ക് ഓപ്ഷൻസ് എല്ലാം യൂസ് ചെയ്യാൻ, നാവിഗേഷനെയും മ്യൂസിക്, കോൾസ്, മെസ്സേജ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ മീറ്റർ വഴി നമുക്ക് ഈ ഒരു സ്വിച്ചും കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്, മൊബൈൽ കയ്യിലെടുക്കാതെ തന്നെ. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഇതിന് കൊടുത്തിരിക്കുന്നു. സർവീസിനകത്ത് കയറി കഴിഞ്ഞാൽ മെയിൻ്റനൻസിൻ്റെയാണ്, പീരിയോഡിക് സർവീസിൽ എന്തൊക്കെയാണ്, ഏത് കിലോമീറ്ററിലാണ്, ഏത് മാസമാണ്, ഏത് വർഷമാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഓയിൽ ചേഞ്ചിൻ്റെ ആയാലും അസൈൻ കൊടുത്തിരിക്കുന്നു. പിന്നെ വാണിംഗ് ഇൻഫർമേഷന്, അതുകൂടാതെ നമ്മുടെ വണ്ടിയുടെ ബാറ്ററിയുടെ വോൾട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ഈ ഒരു ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ബ്ലൂടൂത്ത് എങ്ങനെയാണ് ചെയ്യുന്നത്, അത് കണക്ട് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുള്ളത്, അത് കാണിക്കുന്നില്ല. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നമുക്ക് വാണിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഹസാർഡ്, ന്യൂട്രൽ, പിന്നെ നമുക്ക് ABSൻ്റെ വാണിംഗ്, അതേപോലെ നമുക്ക് ഈ സൈഡിൽ ചെറിയൊരു ഡോട്ട് കണ്ടില്ല, അതാണ് ഈ ഇത് നമുക്ക് വെട്ടം മാറുന്നതനുസരിച്ച് ഇത് ബ്രൈറ്റ്നസ് കുറയുകയും കൂടുന്നുണ്ട്. ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക് കുറയുന്നുണ്ട്. ഇത് അവിടെ നിന്ന് കൈ എടുക്കുവാണെങ്കിൽ ബ്രൈറ്റ്നസ് കൂടുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ആ സെൻസറും കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ്റെ വാണിംഗ് ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ വാണിങ്ങും ഈ ഒരു വണ്ടിയിൽ ഹോണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ SP 160-ൽ ഹോണ്ട കൊണ്ടുവന്നിരിക്കുന്ന മാറ്റം, കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ എന്നോട് പേര് ചോദിച്ച ഒരു വണ്ടിയാണ് SP 160-യുടെ റിവ്യൂ എന്താ നിങ്ങൾക്കാണ് ഞാൻ ആ ഒരു വണ്ടിയുടെ റിവ്യൂ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഈ വണ്ടി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി നമുക്ക് വന്നിരിക്കുന്നത് കോന്നിലെ മുത്തൂറ്റ് ഹോണ്ടയാണ്. അപ്പോൾ അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഞാൻ പറയാൻ വിട്ടുപോയ ഏറ്റവും വലിയൊരു കാര്യം, ഈ വണ്ടിയിൽ നിന്ന് കിക്കർ സ്റ്റാർട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ സൈഡിൽ കിക്കർ സ്റ്റാർട്ട് വരുന്നില്ല. അപ്പോൾ കിക്കർ സ്റ്റാർട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് സെൽഫ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ഒഴിവാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കിക്കർ സ്റ്റാർട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ കോന്നിലെ ഒരു എക്സിക്യൂട്ടീവിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ വാങ്ങാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പഴയ വണ്ടിയിൽ നിന്ന് ഏകദേശം ഒരു 12,000 രൂപ അടുപ്പിച്ചാണ് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഏറ്റവും പുതിയ SP 160 കിട്ടുന്നുണ്ട്. അപ്പോൾ വണ്ടി ഫസ്റ്റ് ലോഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലത്തും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് കേരളത്തിൽ നമ്മുടെ കയ്യിലിപ്പം വണ്ടി നിലവിൽ സ്റ്റോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റൈഡിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ ഈ മീറ്ററൊക്കെ കണ്ടില്ലേ, സെറ്റപ്പാണ്. ഒരുപാട് മാറ്റങ്ങൾ ഈ വണ്ടിക്കുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഒരു TFT ഡിസ്പ്ലേ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സ്വിച്ചിൻ്റെ ഒക്കെ ചെറിയ വ്യത്യാസം. നമുക്ക് ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റം ഇത് കിട്ടുന്നില്ല. കാരണം 150cc മുകളിലോട്ടുള്ള വണ്ടിക്കൊന്നും അത് വരുന്നില്ല. 125cc സ്കൂട്ടറുകൾക്കും 125cc ഉള്ള ബൈക്കുകൾക്ക്, അതായത് 110cc ഉള്ള ബൈക്ക്, അങ്ങനെ സ്കൂട്ടർ, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നിലവിൽ വരുന്നത്. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചൊരു മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഗിയർ സ്റ്റക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഇപ്പോൾ ഓടിക്കുന്ന സമയത്ത് ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. കട്ടറിലൊക്കെ ഓടിക്കുന്ന സമയത്ത് അത്യാവശ്യം സ്മൂത്ത് തന്നെയാണ്, വൈബ്രേഷനോ കാര്യങ്ങളൊന്നുമില്ല. പിക്കപ്പും അത്യാവശ്യം നല്ല വൃത്തിക്കുണ്ട്. ഗിയറൊക്കെ സ്മൂത്തായിട്ട് തന്നെയാണ് വീഴുന്നത്. അപ്പം ഗിയറിൽ അങ്ങനെ ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനും ബാക്കിൽ മോശമൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് ഷോക്കിൻ്റെ കാര്യത്തിലുണ്ട്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഗിയർ പൊസിഷനൊക്കെ നമുക്ക് മീറ്ററിൽ ഇപ്പോൾ അറിയാൻ പറ്റും. നേരത്തെ അറിയാൻ പറ്റുമായിരുന്നു, ഇതിലും അറിയാൻ പറ്റും. ഇപ്പോൾ ഈ കാണുന്ന പോലെ ഗിയറിൽ ഒരു ടൈറ്റോ അങ്ങനെയൊന്നും വരുന്നില്ല. നല്ല ലൈറ്റ് ആയിട്ടുള്ള ക്ലച്ചുമാണ്. ലൈറ്റ് ഫീലിംഗ് ആണ്, കണ്ടില്ല, ലൈറ്റ് ഫീലിംഗ് ആയിട്ടുള്ള ക്ലച്ചാണ്. അത്യാവശ്യം നല്ല പിക്കപ്പും ഇപ്പം നിലവിൽ വണ്ടിക്ക് വന്നിട്ടുണ്ട്. ഇപ്പം എക്കോ എന്നുള്ള ഒരു ലൈറ്റൊക്കെ ഉണ്ടല്ലോ, വളരെ നൈസായിട്ടുണ്ട്. ഇപ്പം വണ്ടിക്ക് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നേരത്തെ ഉള്ള വണ്ടിക്കാട്ടിൽ നല്ലൊരു വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് റൈഡിങ്ങിൽ ഫീൽ ചെയ്യുന്നുണ്ട്. റൈഡിങ് കംഫോർട്ട് ഉണ്ട്. അത്യാവശ്യം വൈഡായിട്ടൊരു ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലായിട്ട് നമുക്ക് ഡിസ്ക് ബ്രേക്ക്, ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് കിട്ടുന്നതെങ്കിൽ സിംഗിൾ ചാനൽ ABS ആണ് കിട്ടുന്നത്. ഇതിൻ്റെ ബാക്കിൽ മാത്രം, അതായത് സിംഗിൾ ചാനൽ ബാക്കിലും ഫ്രണ്ടിലും ഡിസ്ക് വരുന്ന വേരിയൻറ്റും ഫ്രണ്ടിൽ മാത്രം ഡിസ്ക് വെച്ച് സിംഗിൾ ചാനൽ ABS വരുന്ന മോഡൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഗിയർ ടൈറ്റോ കാര്യങ്ങളൊന്നും ഇല്ല, ആ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട. പിന്നെ വെയിറ്റ് കുറച്ചിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ഡിസൈനിൽ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് റൈഡിങ് റിവ്യൂ. റൈഡിലൊക്കെ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുണ്ട്. ഓണയുടെ എഞ്ചിനാണ്, അപ്പം അതിനെപ്പറ്റി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. റൈഡിങ്ങിൻ്റെ സ്മൂത്ത്, എഞ്ചിൻ്റെ ആ ഒരു അതൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട്. OBD2B എഞ്ചിനാണ്. കൂടെ നമുക്ക് ഹസാർഡ് ലൈറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു റൈഡിൻ്റെ റിവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.